തിരുവനന്തപുരം കോർപ്പറേഷനിലെ നെടുങ്കാട് വാർഡ് ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ.സി. ബീനയുടെ പത്രിക തള്ളിയെന്ന വാർത്ത വ്യാജം. സൂക്ഷ്മ പരിശോധനയിൽ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് തെളിഞ്ഞു. ആർ.സി. ബീനയുടെ പത്രിക സ്വീകരിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വ്യാജ വാർത്തകളുടെ വിളനിലമാകുകയാണ് മാധ്യമങ്ങൾ. ഏറ്റവും ഒടുവിൽ ആർ.സി. ബീനയുടെ പത്രിക തള്ളി എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നു. പക്ഷേ അതിന് വിരുദ്ധമായാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നീലിമ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഇന്ന് രാവിലെ മുതൽ തന്നെ വ്യാപകമായ രീതിയിൽ പ്രചരണങ്ങൾ ആർ.സി. ബീനയ്ക്കെതിരെ നടക്കുന്നുണ്ടായിരുന്നു. നെടുങ്കാട് വാർഡിലാണ് ആർ.സി. ബീന മത്സരിക്കുന്നത്. ഈ ആർ.സി. ബീനയുടെ പത്രിക തള്ളി എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ രാവിലെ മുതൽ തന്നെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. കാരണം നേരത്തെ ചില കേസുകൾ ഉണ്ട്. ആ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പത്രിക തള്ളിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യാജമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ആർ.സി. ബീനയ്ക്കെതിരെ ഈ മാധ്യമങ്ങൾ പ്രചരണം നടത്തിയത്. ഇടത് ഭാഗത്ത് അടക്കം ഇത്തരത്തിൽ, അതായത് ഇടത് മാധ്യമങ്ങളടക്കം ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ ഈ പ്രചരണം തുടർന്ന സാഹചര്യമാണ്. എന്നാൽ പത്രിക സമർപ്പിച്ചതിന് ശേഷം ആർ.സി. ബീനയുടെ പത്രിക സ്ക്രൂട്ടനിങ് കമ്മിറ്റി വളരെ വിശദമായിട്ട് പരിശോധിക്കുകയും ഈ പറയുന്ന ആരോപണങ്ങൾ, ആർ.സി. ബീനയ്ക്കെതിരെ ഉന്നയിച്ചിട്ട ആരോപണങ്ങൾ, കേസായാലും ശരി, മറ്റ് ആരോപണങ്ങളായാലും ശരി, ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് ആർ.സി. ബീനയുടെ പത്രിക സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് സാഹചര്യം നിലനിൽക്കുന്നത്. എന്നാൽ നിലവിലും ഇപ്പോൾ ആ പത്രിക സ്വീകരിച്ചതിന് ശേഷവും വലിയ രീതിയിൽ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ആർ.സി. ബീന തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ് തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആർ.സി. ബീന തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നെടുങ്കാട് വാർഡിലാണ് ആർ.സി. ബീന ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നെടുങ്കാട് വാർഡ് സംബന്ധിച്ചിടത്തോളം പത്രിക സമർപ്പിച്ചതിന് ശേഷം വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആർ.സി. ബീന സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രവർത്തകർക്കിടയിലായാലും ശരി, ജനങ്ങൾക്കിടയിലായാലും ശരി, വളരെ സമ്മതി ഉള്ളൊരു നേതാവ് കൂടിയാണ് ആർ.സി. ബീന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനപിന്തുണ ആർ.സി. ബീനയ്ക്കുണ്ടായിരുന്നു, ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഒരു വിജയിക്കുമെന്ന ഘട്ടം വരെയൊക്കെ എത്തി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള വാർത്തകൾ ചമച്ചുകൊണ്ട്, തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ ചമച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തെയും തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടാകുന്നത്. എന്നാൽ ഈ സ്ഥാനാർത്ഥിയെ വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഏകപക്ഷീയമായ രീതിയിൽ ഇത്തരത്തിൽ വാർത്തകൾ വലിയ രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോഴും സമാനമായ രീതിയിൽ തുടരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് ആർ.സി. ബീന തന്നെ രംഗത്തെത്തുകയും ചെയ്തത്. തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ളതാണ് ഈ വാർത്തകളെന്ന് ജനം ടി.വിയോട് പറയുകയും ചെയ്തു. അതായത് നിലവിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. തൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് സ്ക്രൂട്ടനിങ് കമ്മിറ്റി വളരെ വിശദമായ രീതിയിൽ പരിശോധിക്കുകയുണ്ടായി. പരിശോധിച്ച ശേഷം അതിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പ്രചരിപ്പിക്കുന്ന വാർത്തകളടക്കം അടിസ്ഥാനരഹിതമാണ്, പരാതിയിൽ പറയുന്നതടക്കമുള്ള കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആർ.സി. ബീനയുടെ പത്രിക സ്വീകരിച്ചത്. എന്തായാലും ബി.ജെ.പി. സ്ഥാനാർത്ഥി വിജയമുറപ്പിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ബി.ജെ.പിക്ക് വലിയ ജനപിന്തുണ ഏറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഈ 5 വർഷത്തെ CPM ഭരണം, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ്റെ നഗരസഭ അധ്യക്ഷ എന്ന നിലയിലുള്ള പ്രകടനം, അതിൽ തുടർന്നുണ്ടായിട്ടുള്ള അഴിമതികൾ, എണ്ണിയാലൊടുങ്ങാത്ത അഴിമതികൾ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതിനെതിരെ എല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ബി.ജെ.പി. ഈ കാലഘട്ടത്തിലടക്കം നടത്തിയിരുന്നു. കൗൺസിലിനുള്ളിലും അതോടൊപ്പം തന്നെ പുറത്തുമായി, നഗരസഭയ്ക്ക് അകത്തും പുറത്തുമായി എല്ലാം പ്രതിഷേധം ശക്തമാക്കുന്നൊരു സാഹചര്യമൊക്കെ നിലനിന്നിരുന്നു. നിലവിലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നൊരു സാഹചര്യമുണ്ട്. ഒന്ന് CPM സർക്കാരിൻ്റെ അഴിമതികൾ, ഈ 10 വർഷത്തെ അഴിമതി ഭരണം. മറ്റൊന്ന് ഈ നഗരസഭയിലെ ഭരണം. നഗരസഭയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, എണ്ണിയാലൊടുങ്ങാത്ത അഴിമതികളാണ് ഇതിനോടകം തന്നെ പുറത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രനെ കൊണ്ടുവരികയും തുടർന്ന് ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള അഴിമതികൾ ചെറുതല്ല, എണ്ണിയാലൊടുങ്ങാത്ത അഴിമതികൾ ഉണ്ടാകുന്നു. ഇങ്ങനെ